ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 18 മോക്ഷസന്യാസ യോഗം. ഉറക്കമുണർന്നവൻ സ്വപ്നത്തിൽ കണ്ടതെല്ലാം അപ്രത്യക്ഷമായി താൻ ഏകനാണെന്നുള്ള വസ്തുത സ്വയം അറിയുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യൻ്റെ പ്രകാശം തന്നെ സൂര്യനെ പ്രകാശിപ്പിക്കുന്നു. ഈ വസ്തുത പ്രകാശ്യവും പ്രകാശകവുമായ വസ്തുക്കൾ തമ്മിൽ ഭേദമില്ലെന്ന് തെളിയിക്കുന്നു. ഇതുപോലെ ജ്ഞേയ വസ്തുക്കൾ മറഞ്ഞു കഴിയുമ്പോൾ ശേഷിക്കുന്നത് ഏകനായ ദ്രഷ്ടാവ് മാത്രമാണെന്നുള്ള വസ്തുത ഒരുവൻ അനുഭവസിദ്ധമാക്കണം. അപ്രകാരം അനുഭവസിദ്ധി ഉണ്ടാകുമ്പോൾ രണ്ടാമതൊരു വസ്തുവുമായുള്ള സംബന്ധമില്ലാതെ താൻ അദ്വൈത സ്ഥിതിയിൽ എത്തിയിരിക്കുന്നതായുള്ള ജ്ഞാനം അവന് ലഭിക്കുന്നു. ഈ ജ്ഞാനമാണ് ഈശ്വരനായ എൻ്റെ രൂപം. അതിനുശേഷം ദ്വൈതത്തിനും അദ്വൈതത്തിനും അതീതമായ പരമാത്മാവ് തന്നെയാണ് താനെന്നുള്ള സംശയരഹിതമായ നിശ്ചയജ്ഞാനം അവനിൽ ഉദിക്കുന്നു. ഈ ജ്ഞാനം ഏത് അനുഭവസ്ഥിതിയിൽ അപ്രത്യക്ഷമാകുമോ ആ അനുഭവസ്ഥിതിയിൽ എത്തിച്ചേരുന്നതാണ് ഈശ്വര സ്വരൂപത്തിലേക്കുള്ള പ്രവേശനം, അതായത് ഈശ്വര സാക്ഷാത്കാരം. ഉറക്കത്തിൽ നിന്നുണർന്ന് ഏകനായി ജാഗ്രതാവസ്ഥയിലിരിക്കുന്ന ഒരുവൻ്റെ ജാഗ്രതാവസ്ഥ അപ്രത്യക്ഷമായാൽ പിന്നീടുള്ള അവർണ്ണനീയമായ അവൻ്റെ അവസ്ഥ ഏതാണോ അതിനോട് ഈ നിലയെ ഉപമിക്കാം. ആഭരണം കാണുമ്പോൾ അതിൻ്റെ ആഭരണ രൂപം ഗോചരമാകാതെ ആഭരണത്തിൻ്റെ സ്വർണ്ണ സ്വരൂപത്തിൽ മാത്രം കണ്ണുകൾ ലയിച്ചു പോകുന്നത് പോലെയും ഉപ്പുരസം കലർന്ന ജലത്തിന് ഉപ്പിൻ്റെ രുചി ഉണ്ടായിരിക്കുമെങ്കിലും ജലം വറ്റിക്കഴിയുമ്പോൾ ഉപ്പിൻ്റെ രുചിയുള്ള ജലം ഇല്ലാതായി തീരുന്നതുപോലെയും ഞാനും അവനും ഒന്നാണെന്ന് അവനുണ്ടായ ജ്ഞാനം കൂടെ ഇല്ലാതായി ഞാനുമായുള്ള ഐക്യത്തിൻ്റെ പരമാനന്ദാനുഭൂതിയിൽ ലയിച്ച് അവൻ ഞാനുമായി ഒന്നായി തീരുന്നു. അതോടെ ഞാനെന്നും അവനെന്നും ഉള്ള പദങ്ങൾ അപ്രസക്തങ്ങളാകുന്നു. ഞാൻ അവൻ എന്ന പദങ്ങളുടെ വ്യവച്ഛേദമില്ലാത്ത എൻ്റെ സ്വരൂപത്തിൽ അവൻ ലയിച്ചു ചേരുന്നു. കർപ്പൂരം എരിഞ്ഞു കഴിയുമ്പോൾ കർപ്പൂരവും അഗ്നിയും അപ്രത്യക്ഷമായി രണ്ടിനും അതീതമായുള്ള ആകാശം മാത്രം ശേഷിക്കുന്നു. ഒന്നിൽ നിന്ന് ഒന്നെടുത്ത് മാറ്റിയാൽ ഒന്നുമില്ലാത്ത ശൂന്യം മാത്രം ശേഷിക്കുന്നു. ഇത് ഏതെങ്കിലും ഉണ്ടെന്നോ ഒന്നുമില്ലെന്നോ പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഈ അവസ്ഥയിൽ ഞാൻ മാത്രം ശേഷിക്കുന്നു. ഈ അവസ്ഥയ്ക്ക് ബ്രഹ്മം, ആത്മാവ്, ഈശ്വരൻ എന്ന പേരുകൾ യോഗ്യമായതോ ചേരുന്നതോ അല്ല. പറയാൻ കഴിയാത്ത പേരാണ് അതെന്ന് പറയാൻ പറ്റുകയില്ല. പറയാൻ കഴിയാത്തതെന്ന് പറയുന്നത് തന്നെ അതിനെപ്പറ്റി ധാരാളം പറയുന്നതിന് തുല്യമാണ്. അതിനെ അറിവെന്നോ അറിവില്ലായ്മയെന്നോ അറിയാതിരിക്കുന്നതാണ് അതിനെപ്പറ്റിയുള്ള അറിവ്. അറിവിനും അറിവില്ലായ്മയ്ക്കും അതീതമായ നിലയിൽ നിന്ന് വേണം ഇതിനെ അറിയേണ്ടത്. ഈ സ്ഥിതിയിൽ ജ്ഞാനത്തെ തന്നെ അറിയുന്നു. ആനന്ദം തന്നെ ആനന്ദിക്കുന്നു. സുഖം തന്നെ സുഖത്തെ അനുഭവിക്കുന്നു. സിദ്ധിക്ക് തന്നെ സിദ്ധികളെ ലഭിക്കുന്നു. കാന്തിയെ തന്നെ തഴുകുന്നു. ആശ്ചര്യം ആശ്ചര്യത്തിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് ആശ്ചര്യപ്പെടുന്നു. വിശ്രാമത്തിൽ വിശ്രമിക്കുന്നു. അനുഭവം അനുഭവത്തെ തന്നെ അനുഭവിച്ച് ഉന്മത്തമാകുന്നു. ക്രമയോഗം എന്ന ഉത്തമമായ വല്ലരിയെ വളർത്തി പരിപോഷിപ്പിച്ചു വന്ന എൻ്റെ ഭക്തന് ഞാനുമായുള്ള ഐക്യം എന്ന പരിശുദ്ധവും മനോജ്ഞവുമായ ഫലം ആ വല്ലരിയിൽ നിന്ന് ലഭിക്കുന്നു. അല്ലയോ അർജുന, സാർവഭൗമനായ ക്രമയോഗത്തിൻ്റെ ശിരസിലിരിക്കുന്ന മകുടമാണ് ഞാൻ. ആ മകുടത്തിൽ എൻ്റെ ഭക്തൻ ജ്ഞാനരത്നമായി ശോഭിക്കുന്നു. അഥവാ അവൻ ക്രമയോഗമാകുന്ന കോവിലിൻ്റെ ഉച്ചിയിൽ വെച്ചിരിക്കുന്ന മോക്ഷം എന്ന താഴികക്കുടത്തിൻ്റെ മുകളിലുള്ള വിസ്തൃതമായ ആകാശമായി പരിലസിക്കുന്നു. അഥവാ ഈ ക്രമയോഗം സംസാരാരണ്യത്തിൻ്റെ മധ്യത്തിൽ കൂടിയുള്ള ഒരു രാജവീഥിയാണ്. ഇതിൽ കൂടി എൻ്റെ ഭക്തൻ ബ്രഹ്മൈക്യ നഗരത്തിൽ എത്തിച്ചേരുന്നു. അവൻ ജ്ഞാനഗംഗയിൽ കൂടി ക്രമയോഗത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ട് അതിവേഗത്തിൽ സ്വാനന്ദ നഗരത്തിലേക്ക് ഒഴുകി അണയുന്നു. അല്ലയോ സുമർമ്മജ്ഞനായ അർജുന, ക്രമയോഗത്തിൻ്റെ പ്രാധാന്യം ഇപ്രകാരമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് നിനക്ക് ഇത്രമാത്രം വിശദമായി വെളിവാക്കി തന്നത്. അനുകൂലമായ കാലദേശങ്ങളിൽ കൂടിയും വിലപ്പെട്ട വസ്തുക്കൾ സമ്പാദിച്ചും എന്നെ പ്രാപിക്കാമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമല്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ സ്വതസിദ്ധനായി എല്ലാവർക്കും എല്ലാറ്റിലും എല്ലാമായി നിലകൊള്ളുന്നു. ആകയാൽ എന്നെ പ്രാപിക്കുന്നതിന് ആരും യാതൊരു വിധമായ പ്രയത്നവും ചെയ്യേണ്ടതില്ല. ക്രമയോഗാനുഷ്ഠാനത്താൽ ഒരുവന് എന്നെ പ്രാപിക്കാം.
ഇത് സത്യമാണ്. എന്നെ പ്രാപിക്കുന്നതിനുള്ള ഉപായങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുവൻ ഈ ഉപായങ്ങൾ അറിയാവുന്ന ഒരാളെ ഗുരുവായി സ്വീകരിക്കണമെന്നുള്ള ഒരു വ്യവസ്ഥ അനാദികാലം മുതൽ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഭൂഗർഭത്തിൽ നിധി ഇരിപ്പുണ്ട്. വിറകിൽ അഗ്നി മറഞ്ഞിരിക്കുന്നു. പശുവിൻ്റെ അകിടിൽ പാൽ നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവയെ വെളിപ്പെടുത്തി പ്രയോജനപ്പെടുത്തണമെങ്കിൽ അതിന് അനുഷ്ഠിക്കേണ്ട ഉപായം എന്താണെന്ന് മനസ്സിലാക്കി അത് അനുഷ്ഠിക്കണം. അപ്രകാരം ഞാൻ സ്വതസിദ്ധനാണെങ്കിലും എന്നെ പ്രാപിക്കുന്നതിന് ഉചിതമായ ഉപായങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. ഫലസിദ്ധിയെപ്പറ്റി വിശദമായി വിവരിച്ച ശേഷം ഭഗവാൻ ഉപായത്തെപ്പറ്റി പ്രസ്താവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും ചോദിച്ചു എന്ന് വരാം. അങ്ങനെ സംശയിക്കുന്നവരോട് അതിൻ്റെ കാരണം എന്താണെന്ന് പറയാം. ഗീതാർത്ഥത്തിൻ്റെ മാഹാത്മ്യം അത് മോക്ഷപ്രാപ്തിക്കുള്ള എല്ലാ മാർഗങ്ങളെയും വിശദമായി ഉപദേശിക്കുന്നു എന്നുള്ളതാണ്. ഇക്കാര്യത്തിൽ ഇതര ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള മോക്ഷോപായങ്ങൾ പ്രമാണസിദ്ധങ്ങളല്ല. കാറ്റ് സൂര്യനെ മറച്ചിരിക്കുന്ന കാർമേഘങ്ങളെ ശിഥിലമാക്കി സൂര്യനെ തെളിയിച്ച് കാണിക്കുന്നതല്ലാതെ അതിന് സൂര്യനെ സൃഷ്ടിക്കുവാൻ സാധ്യമല്ല. ജലത്തെ മൂടിക്കിടക്കുന്ന പായൽ കൈകൊണ്ട് മാറ്റി ജലത്തെ കാണിച്ചു തരാൻ കഴിയുമെന്നല്ലാതെ ഒരുവന് ജലത്തെ ജനിപ്പിക്കുവാൻ കഴിയുകയില്ല. അതുപോലെ മറ്റ് ശാസ്ത്രങ്ങൾക്ക് അവിദ്യയെ നശിപ്പിക്കുന്നതിനുള്ള യോഗ്യത ഉണ്ടെന്നല്ലാതെ സ്വയമായി ആത്മബോധത്തെ ഉണ്ടാക്കുന്നതിനുള്ള സാമർഥ്യമില്ല. ഈ അധ്യാത്മശാസ്ത്രങ്ങളുടെ പ്രാമാണ്യത്തെ ചോദ്യം ചെയ്താൽ അവയെല്ലാം ആശ്രയിക്കുന്നത് ഗീതാശാസ്ത്രത്തെയാണ്. സൂര്യൻ കിഴക്ക് ദിക്കിനെ തൻ്റെ തേജസ് കൊണ്ട് അലങ്കരിക്കുമ്പോൾ മറ്റുള്ള ദിക്കുകളും പ്രകാശവത്തായി തീരുന്നത് പോലെ മറ്റ് ശാസ്ത്രങ്ങളെല്ലാം ശാസ്ത്രേശ്വര പദവിയിലിരിക്കുന്ന ഗീതാശാസ്ത്രത്തെ തങ്ങളുടെ രക്ഷകനായി കരുതി പോരുന്നു. ഈ ഗീതയിൽ ഇതിനു മുൻപുള്ള അധ്യായങ്ങളിൽ ആത്മസ്വരൂപത്തെ കൈകൊണ്ട് എത്തിപ്പിടിക്കുന്നതിനുതകുന്ന അനേകം ഉപായങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പ്രഥമ ശ്രവണത്തിൽ തന്നെ അർജുനന് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി കരുണാമയനായ ശ്രീഹരി അർജുനൻ്റെ മനസ്സിൽ മായാതെ പതിയത്തക്ക വിധത്തിൽ ആ ഉപായങ്ങൾ തന്നെ ചുരുക്കമായി വീണ്ടും പറയുകയാണ്. ഗീത അവസാനിക്കാൻ പോകുന്നതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെയുള്ള അതിൻ്റെ അദ്വൈതപരമായ ഉപദേശങ്ങളുടെ യാഥാർത്ഥ്യം തെളിയിക്കുന്നതിന് ഭഗവാൻ ഒരുമ്പെടുകയാണ്. ഈ ഗ്രന്ഥത്തിൻ്റെ മധ്യത്തിൽ വിവിധ തരത്തിലുള്ള സാധകരെ ഉദ്ദേശിച്ച് അനേക വിധത്തിലുള്ള സിദ്ധാന്തങ്ങൾ നിരൂപണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ വിധ സിദ്ധാന്തങ്ങളുടെ പൂർവാപര ബന്ധത്തെ അംഗീകരിക്കുന്നതിന് ആർക്കെങ്കിലും കഴിയാതെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ഇതിൽ വെളിപ്പെടുത്തിയിട്ടുള്ള എല്ലാ സിദ്ധാന്തങ്ങളെയും ഇതിൽ വിവരിച്ചിട്ടുള്ള അടിസ്ഥാന തത്വങ്ങളോട് സംബന്ധിച്ചിട്ടുള്ളതായി ഇപ്പോൾ കാണണം. ഗീതയിലെ അടിസ്ഥാന തത്വം അവിദ്യ നാശമാകുന്ന സോപാനത്തിൽ കയറി മോക്ഷമെന്ന ഫലത്തെ കൈവശപ്പെടുത്തുക എന്നുള്ളതാണ്. ജ്ഞാനമാണ് ഇത് രണ്ടും സാധിക്കുന്നതിനുള്ള ഉപകരണം. വിപുലമായ ഈ ഗ്രന്ഥത്തിൽ ഈ മുഖ്യതത്വം വിസ്തരിച്ച് പ്രതിപാദിച്ചു കഴിഞ്ഞു എങ്കിലും ചുരുക്കമായി അതേപ്പറ്റി പ്രസ്താവിക്കണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു. ഈ ഉദ്ദേശത്തോടെ ഉപേയം കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ടും ഉപായാനുഷ്ഠാനത്തെക്കുറിച്ച് ഭഗവാൻ തുടർന്ന് പറയുകയാണ്. സർവകർമാണ്യപി സദാ കുർവാണോ മദ്വ്യപാശ്രയഃ മത്പ്രസാദാദവാപ്നോതി ശാശ്വതം പദമവ്യയം. എല്ലാ കർമ്മങ്ങളും എന്നെ ആശ്രയിച്ചുകൊണ്ട് എപ്പോഴും ചെയ്യുന്നവൻ എൻ്റെ അനുഗ്രഹത്താൽ ശാശ്വതവും അവ്യയവുമായ പരമപദം പ്രാപിക്കുന്നു. അല്ലയോ പോർവീര, ക്രമയോഗി ഏകാഗ്രമായ ഭക്തി കൊണ്ട് ഞാൻ തന്നെ ആയിത്തീർന്ന് എൻ്റെ സ്വരൂപത്തോട് ഐക്യം പ്രാപിക്കുന്നു. സ്വകർമാനുഷ്ഠാനം എന്ന പരിശുദ്ധമായ പുഷ്പത്താൽ അവൻ എന്നെ പൂജിക്കുന്നു. എൻ്റെ കാരുണ്യം കൊണ്ട് അവന് ജ്ഞാനനിഷ്ഠ എന്ന പ്രസാദം ലഭിക്കുന്നു. ഈ ജ്ഞാനനിഷ്ഠ കരഗതമാകുമ്പോൾ എന്നോടുള്ള ഭക്തി കൂടുതൽ പരിപുഷ്ടമാവുകയും ആ ഭക്തി യോഗത്താൽ അവൻ ഞാനുമായി ഒന്നു ചേർന്ന് ആഹ്ലാദിക്കുകയും ചെയ്യുന്നു. വിശ്വത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന ആത്മസ്വരൂപിയായ എൻ്റെ സർവ്വവ്യാപിത്വം അവൻ മനസ്സിലാക്കുന്നു. ഉപ്പ് അതിൻ്റെ സഹജമായ ദൃഢതയെ കൈവെടിഞ്ഞ് ജലത്തെ ആശ്രയിച്ച് അതിൽ കിടന്ന് ജലമായി തീരുന്നത് പോലെ ആകാശത്തിൽ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് ആകാശത്തെ അനുസരിച്ച് നിശ്ചലമായി നിൽക്കുന്ന പോലെ മനോവാക്കായങ്ങളാൽ അവൻ എപ്പോഴും എന്നെ തന്നെ ആശ്രയിക്കുന്നു. ഇപ്രകാരം എൻ്റെ സ്വരൂപജ്ഞാനം ലഭിച്ചവൻ ഏതെങ്കിലും നിഷിദ്ധ കർമ്മങ്ങൾ ചെയ്താലും
പോഷക നദിയിലെ ശുദ്ധജലവും ഓടയിലെ മലിനജലവും ഗംഗയിൽ ചേർന്ന് ഗംഗാജലമായി തീരുന്നത് പോലെ അവൻ അവൻ്റെ പുണ്യ പാപ സഞ്ചയത്തോടൊപ്പം എന്നിൽ ചേർന്ന് എൻ്റെ ഭാഗമായി തീരുന്നു. ചന്ദനമരവും മറ്റു മരങ്ങളും തമ്മിലുള്ള വ്യത്യാസം അവ അഗ്നിക്കിരയാകുന്നത് വരെ മാത്രമേ കാണുകയുള്ളൂ. താഴ്ന്ന തരം ലോഹത്തിനോട് കലർന്ന് മാറ്റുകുറഞ്ഞ സ്വർണവും തനി തങ്കവും തമ്മിലുള്ള വ്യത്യാസം സ്പർശമണിയുടെ സ്പർശനം വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അതുപോലെ ശുഭമെന്നും അശുഭമെന്നുമുള്ള അന്തരം എൻ്റെ സർവ്വവ്യാപിത്വം അനുഭവപ്പെടുന്നത് വരെ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ദിനരാത്രങ്ങൾ സൂര്യനിൽ എത്തിച്ചേരുമ്പോൾ ഇല്ലാതാകുന്നു. അതുപോലെ എൻ്റെ ദർശനം അവന് ലഭിക്കുന്ന മാത്രയിൽ തന്നെ അവന് അപരോക്ഷാനുഭവം ഉണ്ടാകുന്നു. അവൻ്റെ കർമ്മങ്ങളെല്ലാം ക്ഷയിച്ച് അവൻ സായുജ്യ പദത്തിൽ ഉപവിഷ്ടനാകുന്നു. അവൻ പ്രാപിക്കുന്ന ഈ അവിനാശ ശപഥം കാലദേശാവസ്ഥകൾക്കോ തനിക്ക് തന്നെയോ നശിപ്പിക്കാൻ കഴിയുന്നതല്ല. അല്ലയോ അർജുന, ആത്മസ്വരൂപിയായ എൻ്റെ പ്രസാദം ഒരുവന് ലഭിച്ചാൽ അവന് ലഭിക്കാത്ത ലാഭം എന്താണ് ഉള്ളത്? ചേതസാ സർവകർമാണി മയി സന്യസ്യ മത്പരഃ ബുദ്ധിയോഗമുപാശ്രിത്യ മच्चित्तः സതതം ഭവ. മനസ്സുകൊണ്ട് സർവകർമ്മങ്ങളും എനിക്കർപ്പിച്ച് എന്നെ പരമപ്രാപ്യസ്ഥാനമായി കരുതി ബുദ്ധിയോഗത്തെ അവലംബിച്ചുകൊണ്ട് സദാ എന്നിൽ തന്നെ മനസ്സ് ഉറപ്പിക്കൂ. ഇക്കാരണത്താൽ ചെയ്യേണ്ടതായിട്ടുള്ള സർവകർമ്മങ്ങളെയും എൻ്റെ സ്വരൂപത്തിൽ സമർപ്പിക്കുക എന്ന കർമ്മസന്യാസം നീ ചെയ്യണം. കർമ്മസന്യാസം അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവശ്യം ചെയ്യേണ്ടതായ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ ചെയ്യാതിരിക്കരുത്. അപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം നിന്റെ ചിത്തവൃത്തി ആത്മസ്വരൂപ വിചാരത്തിൽ കുടികൊണ്ടിരിക്കണം. ആത്മവിചാര ഫലമായി നിന്റെ സ്വരൂപം കർമ്മത്തിൽ നിന്ന് നിശേഷം വേറിട്ട് നിർമ്മലമായ എൻ്റെ സ്വരൂപത്തിൽ ഇരിക്കുന്നതായി നിനക്ക് കാണാൻ കഴിയും. കൂടാതെ കർമ്മജന്മഭൂമിയായ പ്രകൃതി നിന്നിൽ നിന്ന് വളരെ അകലെ നിൽക്കുന്നു എന്നും നീ മനസ്സിലാക്കും. അതിനുശേഷം ശരീരമില്ലാതെ നിഴലില്ലാത്തതുപോലെ പ്രകൃതി നിന്നിൽ നിന്നും വ്യത്യസ്തമായ ഒന്നല്ലെന്ന് നിനക്ക് അറിയാൻ കഴിയും. പ്രകൃതി നിന്റെ നിഴൽ മാത്രമാണെന്നുള്ള പൂർണ്ണമായ ധാരണ നിനക്കുണ്ടാകുന്നതാണ് അജ്ഞാനനാശം. അജ്ഞാനനാശം ഉണ്ടാകുമ്പോൾ സർവകർമ്മ സന്യാസം അയത്നലളിതമായി സംഭവിക്കുന്നു. കർമ്മങ്ങൾ അറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നത് ആത്മസ്വരൂപമായ ഞാൻ മാത്രമാണ്. ഒരു പതിവ്രത തൻ്റെ പതിയെ ആശ്രയിച്ച് നിൽക്കുന്നത് പോലെ നിന്റെ ബുദ്ധി ഏകനിഷ്ഠമായി ആത്മസ്വരൂപത്തിൽ ആശ്രയിച്ച് നിൽക്കണം. ഇപ്രകാരമുള്ള അനന്യ യോഗബുദ്ധി ആത്മസ്വരൂപത്തിൽ ഉറയ്ക്കുമ്പോൾ ചിത്തം വിഷയചിന്തനകളെ ഉപേക്ഷിച്ച് എന്നെ തന്നെ ഭജിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അല്ലയോ അർജുന, ആകയാൽ വിഷയചിന്തകളെ വിട്ടിട്ട് നിന്റെ ചിത്തം സദാ എൻ്റെ സ്വരൂപത്തിൽ തന്നെ ഉറപ്പിക്കൂ.